ഹലോ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കർട്ട് ലെവിൻ്റെ ടു ഫാക്ടർ തിയറിയെ പറ്റിയാണ്. അതിൽ വരുന്ന കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് പഠിക്കുന്നത്. ആദ്യത്തെ ചോദ്യം, ഹൂ പ്രൊപ്പോസ്ഡ് ദ ടു ഫാക്ടർ തിയറി ഓഫ് ബിഹേവിയർ? ആരാണ് ടു ഫാക്ടർ തിയറി ഓഫ് ബിഹേവിയർ കൊണ്ടുവന്നത്? ആളുടെ പേരാണ് കർട്ട് ലെവിൻ. Okay, second question. According to Kurt Lewin, behavior is the result of which two factors? കർട്ട് ലെവിൻ്റെ അഭിപ്രായത്തിൽ ബിഹേവിയർ എന്ന് പറയുന്നത് ഏത് രണ്ട് ഫാക്ടേഴ്സിൻ്റെ ആകത്തുകയാണ്? കർട്ട് ലെവിൻ്റെ അഭിപ്രായത്തിൽ പേഴ്സണിൻ്റെയും വ്യക്തികളുടെയും എൻവയോൺമെൻറ്റുമാണ് ഒരാളുടെ ബിഹേവിയറിനെ, വ്യവഹാരത്തെ തീരുമാനിക്കുന്നത്. The formula B is equal to function of P and E represents. ഈ ഫോർമുല ഏത് തിയറിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുക? അതായത് ബിഹേവിയർ ഈസ് ദ ഫങ്ഷൻ ഓഫ് പേഴ്സൺ ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന തിയറി ഏതാണ്? ഫീൽഡ് തിയറി ഓഫ് ബിഹേവിയർ. വാട്ട് ഡസ് P stands for? P stands for person. E stands for environment. The concept of life space is associated with. ലൈഫ് സ്പേസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഏത് തിയറിയുമായി അല്ലെങ്കിൽ ആരുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? കർട്ട് ലെവിൻ്റെ ടു ഫാക്ടർ തിയറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ലൈഫ് സ്പേസ് ഇൻക്ലൂഡ്സ്. ലൈഫ് സ്പേസ് എന്ന് പറയുന്നത് എന്തിനെയൊക്കെയാണ്? പേഴ്സൺ ആൻഡ് സൈക്കോളജിക്കൽ എൻവയോൺമെൻറ്റ്. വ്യക്തികളെയും അതേപോലെ സൈക്കോളജിക്കൽ എൻവയോൺമെൻറ്റിനെയുമാണ് ലൈഫ് സ്പേസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Which theory emphasizes the interaction between the learner and environment? ലേണറും എൻവയോൺമെൻറ്റും തമ്മിലുള്ള ഇൻ്ററാക്ഷൻ പറയുന്ന തിയറി ഏതാണ്? ഫീൽഡ് തിയറി. According to Levin, changing behavior is possible by. ഒരു മനുഷ്യൻ്റെ സ്വഭാവം നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം? ഒന്നെങ്കിൽ അയാളുമായിട്ട് ഇടപഴകുന്ന ആളുകളെ മാറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ അയാളുടെ പരിസ്ഥിതി എൻവയോൺമെൻറ്റ് മാറ്റിക്കൊണ്ട്. ബിഹേവിയർ മോഡിഫിക്കേഷൻ ക്യാൻ ബി ഡൺ ബൈ ചേഞ്ചിങ്. എങ്ങനെ നമുക്ക് ബിഹേവിയറിനെ മോഡിഫൈ ചെയ്യാം? അതന്നെ, സെയിം പേഴ്സൺ ഓർ എൻവയോൺമെൻറ്റ്. അനദർ നെയിം ഓഫ് ഫീൽഡ് തിയറി. ഫീൽഡ് തിയറിക്ക് പറയുന്ന മറ്റൊരു പേര് ടു ഫാക്ടർ തിയറി ഓഫ് കർട്ട് ലെവിൻ, അല്ലെങ്കിൽ ടു ഫാക്ടർ തിയറി ഓഫ് കർട്ട് ലെവിന് പറയുന്ന മറ്റൊരു പേര് ഫീൽഡ് തിയറി. ഇനി ഈ തിയറിയുടെ ടു ഫാക്ടർ തിയറിയുടെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? പ്രധാനപ്പെട്ട 4 എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് ആണ് ഈ തിയറിക്ക് വരുന്നത്. ഒന്നാമത്തെ, ടീച്ചർ ഷുഡ് ക്രിയേറ്റ് എ പോസിറ്റീവ് ക്ലാസ് റൂം എൻവയോൺമെൻറ്റ്. ടീച്ചർ കുട്ടികൾക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ക്ലാസ് റൂം എൻവയോൺമെൻറ്റ് ചെയ്തു കൊടുക്കണം. ഇൻഡിവിജ്വൽ ഡിഫറൻസസ് മസ്റ്റ് ബി കൺസിഡേർഡ്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ കുട്ടികളെല്ലാം പരസ്പരം വ്യത്യസ്തരാണ്. അപ്പോൾ ഓരോരുത്തരുടെയും വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇൻഡിവിജ്വൽ ഡിഫറൻസസ് മസ്റ്റ് ബി കൺസിഡേർഡ്. ദെൻ നെക്സ്റ്റ് ഈസ് ബിഹേവിയറൽ പ്രോബ്ലംസ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ മോഡിഫൈയിങ് സറൗണ്ടിങ്സ്. കുട്ടികളുടെ പെരുമാറ്റ വൈകല്യങ്ങൾ, ബിഹേവിയറൽ പ്രോബ്ലംസ് നമുക്ക് എങ്ങനെ കുറയ്ക്കാൻ സാധിക്കും? ബൈ മോഡിഫൈയിങ് ദെയർ സറൗണ്ടിങ്സ്. അതാണല്ലോ ഈ തിയറിയിൽ പറയുന്നത്. എന്താണ്? പേഴ്സണെയോ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റോ മാറ്റിക്കഴിഞ്ഞാൽ അവരുടെ ബിഹേവിയറിലെ നമുക്ക് കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ലേണിംഗ് ഇംപ്രൂവ്സ് വെൻ ഇമോഷണൽ ആൻഡ് സോഷ്യൽ ക്ലൈമറ്റ് ഈസ് സപ്പോർട്ടീവ്. ഇമോഷണൽ സോഷ്യൽ ക്ലൈമറ്റ് കുട്ടിക്ക് അനുകൂലമായ രീതിയിലാണെങ്കിൽ അവൻ്റെ പഠനം മെച്ചപ്പെടും എന്നാണ് ഈ തിയറി പറയുന്നത്. അപ്പോൾ കർട്ട് ലെവിൻ്റെ തിയറിയാണ് ടു ഫാക്ടർ തിയറി. അതിൻ്റെ വേറെ പേരാണ് ഫീൽഡ് തിയറി. ഈ ഫീൽഡ് തിയറി എന്ന് പറയുന്നത് ഒരു ഫോർമുലയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ദറ്റ് ഈസ് ബി ഇസ് ഈക്വൽ ടു ഫങ്ഷൻ ഓഫ് പി ആൻഡ് ഇ. ബി എന്ന് പറയുന്നത് ബിഹേവിയർ ഈസ് ദ ഫങ്ഷൻ ഓഫ് പേഴ്സൺ ആൻഡ് എൻവയോൺമെൻറ്റ്. ഈ പേഴ്സൺ ആൻഡ് എൻവയോൺമെൻറ്റിനെ പറയുന്ന ഒരു ഒറ്റ വാക്കാണ് എന്ത്? ലൈഫ് സ്പേസ്. ഒരു കുട്ടിയുടെ സ്വഭാവത്തിൽ മെച്ചപ്പെടുത്തലുകൾ വേണമെങ്കിൽ അവൻ്റെ ഇടപഴകുന്ന ആളുകളെയോ അല്ലെങ്കിൽ അവൻ്റെ സറൗണ്ടിങ്സിനെയോ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ ബിഹേവിയറിലും മാറ്റം വരുത്തും എന്നാണ് കർട്ട് ലെവിൻ ഈ തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, താങ്ക് യു.